സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പുട്ട് സാമുവൽ ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ എന്നെ അറസ്റ്റ് ചെയ്തത് നല്ലതായി കേരള പോലീസിന് സല്യൂട്ട് അടിക്കുകയാണ്. പുട്ട് സാമുവൽ എന്നുള്ള പേര് തന്നെ പണ്ട് കുട്ടിയിലെ കണ്ട ഹോട്ടലിൽ കയറി പുട്ട് മോഷ്ടിച്ചതിനാണ് പുട്ട് സാമുവൽ എന്ന് പേര് കിട്ടിയത്. അപ്പൊ ഈ പുട്ട് മാത്രമല്ല, നീ പലതും മോഷ്ടിക്കും. പിന്നെ അല്ലെങ്കിൽ നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തരണം. നീ വേറെ ഏതാ ഒരു രാജ്യത്തിരുന്നാണ് നീ ഈ കളി കളിക്കുന്നത്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തില് സ്ഥിരമായ ഒരു കുറ്റവാളിയാണ്. 10ൽ പരം കേസുകൾ അവന്റെ പേരിലുണ്ട്. സ്ഥിരമായ പീഡകനാണ്. സ്ത്രീകളെ പീഡിപ്പിക്കലാണ് അവന്റെ ജോലി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജോലി. അപ്പോ ഇതിനെ ന്യായീകരിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ എന്നാണ് പുട്ട് സാമുവൽ പറയുന്നത്. അപ്പൊ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു, ജാമ്യമില്ല, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അപ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് നമ്മുടെ പുട്ട് സാമുവല്. ഞാൻ ചോദിക്കുകയാണ്, പുട്ട് സാമുവലെ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വയസ്സായില്ലേ? നിന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്ത്രീ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയാണ്, എന്നെ ഇയാള് പീഡിപ്പിച്ചു, പുട്ട് സാമുവൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്യണോ വേണ്ടേ? അപ്പൊ നിർബന്ധമായിട്ട് നിന്നെ അറസ്റ്റ് ചെയ്യണം. അപ്പൊ നീ ആരായി? നീ പീഡകനായി. നീ മാത്രമല്ല, ഈ PC ജോർജ് സരിതാ നായരുമായിട്ട് എന്തൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു? നമ്മളെ പാവപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന മരിച്ചുപോയ ഉമ്മൻചാണ്ടിയെ ഏതെല്ലാം രീതിയിൽ നാറ്റി. അവസാനം ആ നാറ്റക്കുളം എല്ലാം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മരിക്കുകയും ചെയ്തു. മരിച്ച ആ ഒരു കാരണമെന്ന്, അദ്ദേഹം മരിക്കാനുള്ള കാരണവും അസുഖക്കാരനുള്ള കാരണം, മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആ സംഭവം തന്നെയാണ്. ലോകത്തിന്റെ മുമ്പിൽ, നാട്ടിന്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, മക്കളുടെ, കുടുംബത്തിന്റെ, രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ എല്ലാം നാട്ടിയിലെല്ലാം തിരിച്ചു വരാനൊക്കൂ, അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കൂ. അപ്പോ ഇപ്പൊ പറയുന്ന അതൊക്കെ ഇവരെല്ലാം കൂടെ എന്നെ കൊണ്ട് പറയിച്ചാണ്. PC ജോർജും ബാക്കിയുള്ളവരും കൂടെ ലക്ഷങ്ങളും കോടികളും ഒക്കെ കിട്ടി. അപ്പോ ഈ തേവടിശി പെണ്ണുങ്ങള് പല രീതിയിലും പല വേഷത്തിലും അവരിറങ്ങും. അപ്പൊ പുരുഷന്മാരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി നടക്കുന്ന സ്ത്രീകളുമുണ്ട്, സ്ത്രീകളെ വഴിപിഴപ്പിക്കാൻ നടക്കുന്ന പുരുഷന്മാരുണ്ട്. പക്ഷേ അതിലൊന്നും രാഹുൽ ഈശ്വറോ രാഹുൽ മാങ്കൂട്ടത്തിലോ പെടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നെ പോലുള്ളവർ. ഞങ്ങൾ ആരെയും പക്ഷത്തല്ല, സ്ത്രീ പക്ഷത്തുമല്ല, പുരുഷന്റെ പക്ഷത്തുമല്ല. ന്യായം പോലെ നടക്കണം. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പൈങ്കിളി കഥകൾ കേൾക്കാനും അതിനെ അവതരിപ്പിക്കാനും ഇവിടെ കേരളത്തില് ലോകത്തെവിടെയും ഇങ്ങനെ ഒരു ഈ പരിപാടിയില്ല. കേരളം വളരെയധികം സംസ്കാര സമ്പന്നരാണ്, വിദ്യാഭ്യാസം ഉള്ളവരാണ്, എല്ലാം ശരിയാണ്, കഴിവുള്ളവരാണ് എല്ലാം. പക്ഷെ പൈങ്കിളി കഥകളോട് ഭയങ്കര താല്പര്യം. അത് നിർത്തണം ആദ്യം. നിങ്ങൾ ആരെയും പീഡകനെന്നും പീഡനത്തിന് വിധേയയായ അവളെന്നും പറഞ്ഞ് നിങ്ങൾ വേർതിരിവ് ഉണ്ടാക്കണ്ട. അതിവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, അവര് തീരുമാനിക്കട്ടെ. നിങ്ങളൊക്കെ വലിയ ന്യായം പറയുന്നു. ഈ പുട്ട് സാമുവൽ പറയുന്ന 10ൽ പരം കേസുകൾ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഭാര്യയെ, നിന്റെ മകളെ പീഡിപ്പിച്ച, അല്ലെങ്കിൽ നിനക്ക് മകനുണ്ടായി മകന്റെ ഭാര്യയെ പീഡിപ്പിച്ച, അതെ നിന്റെ വീട്ടിലുള്ള ഇവർക്ക് ആർക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോൺ ചെയ്ത് ഒന്ന് പീഡിപ്പിക്കാൻ എനിക്ക് നീ ഒന്ന് വരുമോ എന്ന് ചോദിച്ച ഇല്ലല്ലോ. അപ്പൊ അതില്ലെങ്കിൽ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരാളിനെ പറ്റി അങ്ങനെ പറയുന്നത്? നിനക്ക് എന്താണ് കാര്യം? നിനക്ക് എന്താണ് അർഹത? നിനക്കുള്ള അർഹത എന്താണ് അവരെ പറ്റി നിനക്ക് സംസാരിക്കാൻ? അപ്പൊ ആ അർഹത എന്ന് പറയുന്ന രാഹുൽ ഈശ്വറിനുണ്ട്. നീ ഇപ്പൊ ആ സ്ത്രീയുടെ പക്ഷത്താണെങ്കിൽ രാഹുൽ ഈശ്വർ പുരുഷന്റെ പക്ഷത്താണ്. നിന്നൂടെ? ഇന്നാരെ പക്ഷത്തെ നിൽക്കാവുന്നുണ്ടോ? വേട്ടക്കാരനും ഇരയും എന്നുള്ളത് ആരാണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ പറയുന്ന വേട്ടക്കാരൻ ചിലപ്പോൾ വേട്ടക്കാരനല്ലായിരിക്കാം, ഇരയെന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ വേട്ടക്കാരി. അപ്പൊ അത് പറയാനൊക്കില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് പുരുഷന്മാരെ വളയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഇറങ്ങി നടക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെയാണ് പുരുഷന്മാരും. സ്ത്രീകളെ വളയ്ക്കാൻ ഇറങ്ങി നടക്കുന്ന പുരുഷന്മാരും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലുള്ള കളികളാണ്. രാഷ്ട്രീയത്തില് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടോ, നേട്ടങ്ങൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാകുന്നതിന് വേണ്ടിയോ ഉണ്ടാക്കിയെടുക്കുന്ന ഇല്ലാത്ത കേസുകളാണ്. അപ്പോ പുട്ട് സാമുവൽ പറയുന്നത് എന്താണ് പറയുന്നത്? അത് ആവശ്യമായിരുന്നു. കേരള പോലീസിന് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. അവനത് ആവശ്യമായിരുന്നു. ആർക്ക്? രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതിൽ അവൻ സന്തോഷിക്കുകയാണ്.
നിന്നെ പോലെ ഒരു യൂട്യൂബ് നടത്തുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വർ എന്താണ് ചെയ്തത്? സമൂഹത്തില് സമുദായത്തിനിടയിൽ ഭിന്നത ഉണ്ടാകുമ്പോ നിന്നെയൊക്കെ പോലുള്ള ചെറ്റുകൾ വന്നിരുന്ന വിഷം ചീറ്റുമ്പോ അതൊന്നും പാടില്ല എന്നും സമുദായ സൗഹാർദ്ദത്തോടു കൂടി കേരളത്തിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നിച്ചു കഴിയണമെന്നും വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്നും ആവശ്യപ്പെടുന്ന രാഹുൽ ഈശ്വർ നിനക്ക് എങ്ങനെയാണ് മോശക്കാരനാവുന്നത്? കാരണം നീ ക്രിസംഖി ആയതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. സത്യസന്ധനായ സത്യവിശ്വാസിയായ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ, അല്ലാതെ നിന്നെയൊക്കെ പോലെയുള്ള ചെറ്റത്തരമല്ല, നല്ലൊരു ദൈവവിശ്വാസിയാണ്, സത്യസന്ധനാണെങ്കിൽ യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള വർഗീയ പരാമർശങ്ങളും ജനങ്ങളുടെ ഇടയിൽ ഭിന്നതയും രൂക്ഷമുണ്ടാക്കുന്ന കലാപമുണ്ടാക്കുന്ന രീതികളല്ലേ നീയൊക്കെ ഇവിടെ പടച്ചുവിടുന്നത്? മുസ്ലിങ്ങൾ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഇവിടുത്തെ രാജ്യദ്രോഹികൾ എന്ന് പറയുന്ന ക്രിസംഖികളും സംഘപരിവാർ ശക്തികളുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന് പറയുന്നതാണ് പിന്നെ RSS. സംശയം ഉണ്ടെങ്കിൽ പറയണം. കാരണം ലോകത്തിലെ ആരാധ്യനായ ഒരു നേതാവ്, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവൻ ആരാണ്? RSSകാരനായ നാഥുറാം വിനായക് ഗോഡ്സെ. പുട്ടുസാമുലെ നീ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? നീ ഇന്ത്യയിൽ തന്നെ പഠിച്ച, അല്ലെങ്കിൽ കേരളത്തിലാണോ പഠിച്ചത്? എല്ലാ പാഠപുസ്തകങ്ങളിലും ഉണ്ടായിരുന്നു, ഞാനും പഠിച്ചിട്ടുണ്ട്. നീ പഠിച്ചായില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ ഇനി അതിന് അമേരിക്കയിൽ നിന്റെ സ്വന്തക്കാരടുത്ത് പോയാണോ പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ശരി, മഹാത്മാഗാന്ധിയെ പോലെയുള്ള ഒരു രാഷ്ട്രപിതാവ്, ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഭീകരൻ എന്ന് പറയുന്നത് RSSകാരനായ നാഥുറാം വിനായക് ഗോഡ്സെ. അപ്പോ അങ്ങനെ ഉള്ളവനെ ന്യായീകരിക്കുന്ന സംഘപരിവാറുകാരും പിന്നെ ക്രിസംഖികളും എന്ന് പറഞ്ഞാൽ അവന്മാരാണ് പറയുന്നത് രാഹുൽ ഈശ്വർ അങ്ങനെയാണ്. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിൽ അവരൊക്കെ സന്തോഷിക്കുന്നു, ചെയ്തത് നല്ലതാണ്, അവനത് അർഹിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പുട്ടുസാമൂലെ നിന്നെ പോലുള്ള ചെറ്റകളാണ് ഇത് അർഹിക്കുന്നത്. നിന്നെയാണ് ആദ്യം ജയിലിലാക്കേണ്ടത്. നിന്നെ പോലുള്ള ചെറ്റകളെ ആദ്യം ജയിലിൽ അടയ്ക്കണം. എങ്കിലേ ഈ സമൂഹത്തില് സമാധാനത്തിലും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും ഈ മതങ്ങൾ തമ്മിൽ ഭിന്നതയില്ലാതെ ജീവിക്കണമെങ്കിൽ, ആളുകൾ സൗഹാർദ്ദത്തിൽ കഴിയണമെങ്കിൽ, വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കണമെങ്കിൽ നിന്നെ പോലെയുള്ള ചെറ്റകളെ ആദ്യം ജയിലിൽ അടയ്ക്കണം. അതിന് തയ്യാറുണ്ടോ? അങ്ങനെ ആദ്യം നിന്നെ പോലുള്ള വിഷജന്തുക്കളാ, ഈ സമൂഹത്തിലെ ക്യാൻസറാണ് നിന്നൊക്കെ പോലുള്ളവന്മാര്. എന്നിട്ട് വന്നിരുന്ന ചാനലിൽ വന്നിരുന്ന ന്യായം പറയുന്ന രാഹുൽ ഈശ്വർ ചെയ്ത് തെറ്റാന്താണ്? നീ ഇപ്പോ പിന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ സൈഡ് ചെയ്യുന്നു. ശരി, നീ ഇപ്പൊ അങ്ങനെ സൈഡ് ചെയ്യാൻ നിനക്ക് അവകാശമുണ്ട്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. രാഹുൽ ഈശ്വറിനും ഉണ്ട്. രാഹുൽ ഈശ്വർ ചിന്തിച്ച് പറയുന്നെന്ന് പറഞ്ഞാൽ ഞാന് പിന്നെ അത് വിശ്വസിക്കുന്നില്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പീഡിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിലെന്ത് തെറ്റ്? അതിൻ്റെതായ കാരണങ്ങൾ കാണും. നീ കണ്ടില്ലല്ലോ പീഡിപ്പിച്ചത്? നീ കണ്ട? ഈ സ്ത്രീ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്നെ പീഡിപ്പിച്ചു എന്ന്, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് നീ എന്നെ പറയുന്നു? നീ എന്ത് സ്ഥലത്തുണ്ടായിരുന്ന പിന്നെ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത്? ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്യുമ്പോൾ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവുണ്ടാവും. അങ്ങനെ മുറിവുണ്ടായി കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാ? ഇല്ലല്ല. അപ്പോ പരസ്പര ഇഷ്ടപ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട തെരഞ്ഞെടുത്ത സ്ഥലത്ത് അവർ പോയി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനിവിടെ പോലീസും കോടതിയുണ്ട്, അവർ തീരുമാനിക്കും ആര് തെറ്റാണ് ആര് ശരിയാണെന്ന്. അല്ലാതെ ഇവിടെ ചാനലുകളിൽ വന്നിരുന്ന് പുട്ടുസാമോലിനെ പോലുള്ള വിഷം തീറ്റുന്ന പിന്നെ ചെറ്റുകൾ വന്നിരുന്ന് പറയാണ് ഇന്നാല് പിന്നെ കുറ്റവാളിയാണ്, അവന് ശിക്ഷ കൊടുക്കണമെന്ന് പറയാ. നീ ആരും ഇവിടുത്തെ ജഡ്ജിയാ? നീ എന്ത് ഇവിടുത്തെ രാജാവാ? നിന്റെയൊക്കെ സ്ഥാനം എന്ന് പറയുന്നത് കക്കൂസിന്റെ മാലിന്യം തിന്നലാണ്. അതാണ് നിന്റെയൊക്കെ പിന്നെ ജോലി എന്ന് പറയുന്നത്. നീയൊക്കെ ഈ മലമൂത്ര വിസർജനം കഴിച്ച് നിന്റെയൊക്കെ ബുദ്ധി ഇല്ലാതായി. അപ്പൊ ബുദ്ധി ഇല്ലാതാവുമ്പോ ബുദ്ധി ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുകയും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ രാഹുൽ ഈശ്വർ ഒരു ആക്ടിവിസ്റ്റാണ്. ഏത് കാര്യത്തിനും സ്വന്തമായ അഭിപ്രായം പറയും, അത് അതിനുള്ള അവകാശം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അവകാശം അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അവളുടെ പേര് പറഞ്ഞിട്ടില്ല, സൂചന എല്ലാവരും കൊടുത്തല്ലോ. ഇപ്പൊ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ തന്നെ നേരെ സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രിക്ക് പെറ്റീഷൻ കൊടുത്തു. അപ്പൊ അവിടെ ഉള്ള ആരും കാണുന്നില്ല. അപ്പൊ ആളുകൾക്കെല്ലാം അറിഞ്ഞൂടെ? പിന്നെ ആളുടെ പേര് പറയുന്നതിനെന്ത്? അങ്ങനെ ഒരു നിയമം പാടില്ല.
അങ്ങനെ ഒരു നിയമമാണ്. അല്ലെങ്കിൽ ആദ്യമേ പോയിട്ട് കോടതിയിൽ പോയി പിന്നെ പ്രൈവറ്റ് മജിസ്ട്രേറ്റിന്റെ പ്രൈവറ്റ് റൂമിൽ കയറി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കൊടുക്കാമല്ലോ, പെറ്റിഷൻ കൊടുക്കാമല്ലോ. അപ്പൊ അതിന് പോകാതെ മുഖ്യമന്ത്രി എടുത്തു പോയാൽ എന്തിനാണ്? അപ്പൊ മുഖ്യമന്ത്രിക്കും ഇതിൽ കാര്യമുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയെ പണ്ട് കുരുക്കിയതുപോലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് ഇപ്പൊ എല്ലാരും കൂടെ പറഞ്ഞ് സ്ത്രീകൾക്കെല്ലാം ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്ക് തോന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാവമാണ്. എല്ലാവരും കൂടെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്. അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി, പെട്ടെന്ന് MLA ആയി, ഇവിടെ CPM-നെയോ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ കുറച്ച് ചെറുപ്പക്കാർ UDF-ൽ ഉണ്ടായി. അത് സഹിക്കാൻ കഴിയുന്നില്ല. അവര് എല്ലാവരും കൂടെ ചേർന്നിട്ട് ചിലപ്പോ അടുത്തൊരു ഭരണമാറ്റത്തിനോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു നേട്ടം അവർ കൊയ്തു കളയുമോ എന്ന് ഭയന്നാണ് ഈ ആവശ്യമില്ലാത്ത കേസുകളൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് മാത്രമാണ്. ഇത്രയും വർഷമായിട്ട് ഇലക്ഷൻ സമയമാകുമ്പോഴാണ് ഈ പീഡനവും പിന്നെ ബലാത്സംഗവും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മളത് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തായാലും ശരി, രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പുലിക്കുട്ടിയാണ്, സമ്മതിക്കാലേ ഒക്കുള്ളൂ. എന്തായാലും ശരി, അവര് അന്തസ്സോടെ അഭിമാനത്തോടെ, അതായത് തന്തയ്ക്ക് പിറക്കുന്ന ഇങ്ങനെ സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും ശരി തന്തയ്ക്ക് പിറക്കണം. അല്ലാതെ നിന്നെയൊക്കെ പോലുള്ള ചെറ്റകൾക്ക് പിറക്കരുത്. അതായത് പുട്ടുസാമൂലായിരുന്നാലും പുട്ടുസാമൂലിനെ പോലെയുള്ള കുറെ എണ്ണം ഇവിടെ ഉണ്ട്. ഒരു പിന്നെ ഇന്ത്യയിലെ സുനിൽ വാളയാറ അങ്ങനെയൊക്കെ ഉള്ളവന്മാരുണ്ട്. 10 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ച പത്മരാജൻ മാഷ് എന്ന് പറയുന്നവന് വേണ്ടി കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രസ് കോൺഫറൻസ് വിളിച്ച് അവനെ ന്യായീകരിച്ചവരാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിരിക്കും മരണം വരെ ജീവപര്യന്തം കൊടുത്തത് പത്മരാജന്. അവൻ മാഷാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മാഷാണ്. അതായത് സ്വന്തം വിദ്യാർത്ഥിനിയെ 10 വയസ്സുള്ളത്. ഇത് മനസ്സിലാക്കണം. മറ്റേതെന്ന് പറയുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ശരിയായ ഒരു യുവതിയാണ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരു യുവതിയാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. പിന്നെ വന്നിരുന്ന് നിങ്ങൾ കണ്ടതാണ്, ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ലിപ്സ്റ്റിക് ഒക്കെ പുരട്ടി അർത്ഥനഗരങ്ങളായി വന്നിരുന്ന് സന്തോഷത്തിലാണ് പറയുന്നത് എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു. എത്ര സന്തോഷമാണ്, സംതൃപ്തിയാണ്. ആരെങ്കിലും അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഒരാള് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ വിഷമവും സങ്കടവും അവരുടെ ജീവിതം തകർന്നതിനുള്ള മനോഭാവം ഇത് ചിരിച്ചും കൊണ്ടാണ് പറയുന്നത്. അപ്പൊ അവർ എല്ലാം അനുഭവിച്ച് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നിരുന്ന് കുറ്റം പറയുന്നത് തെണ്ടിത്തരമാണ്, തന്തയില്ലായ്മയാണ്. അത് തന്തയും തള്ളയും കൂടെ പറഞ്ഞ് ഇളക്കി വിടുന്നതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടാവും. രാഷ്ട്രീയക്കാർ ഇപ്പൊ ഈ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാർ ലക്ഷങ്ങളാ കോടികളാ കൊടുക്കും. അപ്പൊ വന്നൊന്ന് അറിയാൻ മതിയല്ലോ. ഇപ്പൊ എന്ത് നാറ്റം ഇരിക്കുന്നത്. ഇവിടെ എത്ര പേരുണ്ട്, അതായത് വിർജിനിറ്റി, കന്യകാത്വം എന്ന് പറയുന്ന കാത്തു സൂക്ഷിക്കുന്ന എത്ര പേരുണ്ട് ഈ കാലഘട്ടത്തില്. കന്യകൾ എന്ന് പറയുന്ന കന്യാസ്ത്രീകളെ തന്നെ നമ്മൾ പരിശോധിച്ച കന്യാത്വ പരിശോധന നമ്മൾ നടത്തിയാൽ തന്നെ എത്ര പേർക്ക് കാണും? വിർജിനായിട്ടുള്ളത് വളരെ അപൂർവമാണ്. നമുക്കറിയാമല്ലോ എത്രയോ പിന്നെ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ട്. മാടത്തരി, മൈനത്തരുവി, അഭയ, അങ്ങനെ എത്ര എണ്ണം അവരുടെയൊക്കെ ജഡങ്ങൾ കിണറ്റിലും പിന്നെ റബ്ബറിന്റെ കുഴിയിലും അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചരിത്രം എടുത്തിട്ട് പുട്ടുസാമൂലെ നീ നമ്മളെ കൊണ്ട് പറയിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അന്തസ്സായിട്ട് പറഞ്ഞു, ചാനലിൽ വന്ന് പിന്നെ മൈക്കും വെച്ചും കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ വേട്ടക്കാരനൊപ്പമാണോ അതേ ഇരയ്ക്കൊപ്പമാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവർക്ക് അതിന് ശക്തമായ സത്യസന്ധത പറഞ്ഞു, ഞാൻ നീതിക്കൊപ്പമാണ്, ഞാൻ നീതിക്കൊപ്പമാണ്. ശരിയാണ്, അതാണ് അതിന്റെ ശരി. നീതി ആരുടെ പക്ഷത്താണോ അവർക്കൊപ്പമാണ്. ഇപ്പൊ ആരും ഒന്നും പറയണ്ട. ഇപ്പൊ 14 ദിവസത്തേക്ക് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തു, ജയിലില് നിരാഹാരം കിടക്കുന്നതാണ് വേണം. അങ്ങനെ വേണം. അതായത് നമ്മൾ പിടിക്കുന്നത് നമ്മൾ ചെയ്തത് ശരിയാണ് എന്ന് തോന്നിയാൽ അതിനു വേണ്ടി അവസാനം വരെയും പടപൊരുതണം. അല്ലാതെ ഈ പുട്ടുസാമലിനെ പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചും കൊണ്ട് വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് കുരച്ച് കാണിച്ചിട്ട് വേറൊരു കാര്യമില്ല. അപ്പോ നിന്നെയും നാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം വരും. അത് ഇവിടെ ഈ ഭരണകർത്താക്കൾക്ക് പിന്നെ അതിനുള്ള ആംബിയർ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള പല കൃസംഗികളെയും സംഘപരിവാറുകാരെ അകത്താക്കേണ്ട
കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തെല്ലാം വിദ്വേഷങ്ങളാണ് പറയുന്നത്. മുസ്ലിങ്ങളെ എല്ലാവരും നിരന്ന് കയറി കൊട്ടയില്ലേ? മുസ്ലിങ്ങൾ അങ്ങനെയാണ്, വർഗീയവാദികളാണ്, രാജ്യദ്രോഹികളാണ്, അതൊക്കെ പറയാം. നീ ആരാണ്? നീയൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരെ കാലിൽ നിന്നൊക്കെ അവന്റെയൊക്കെ പിന്നെ പ്രശ്നവും താങ്ങി നടന്ന് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളവന്മാരല്ലേ? ആ നീയൊക്കെയാണ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടി, നമ്മൾ ജനാധിപത്യമാണ്, എന്ത് മതേതരത്വം നിനക്കല്ല? എന്ത് ജനാധിപത്യം നിനക്കല്ല? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളാ പിന്നെ തീരുമാനിക്കുന്നത്? പിന്നെ ആരാണ് കുറ്റവാളിയെന്ന്? ജനാധിപത്യത്തിൽ അങ്ങനെയുണ്ടോ? അല്ല. പോലീസ് ഉണ്ട്, പോലീസ് കേസെടുക്കും, പോലീസ് ഇല്ലാത്ത കേസും ഉണ്ടാക്കിയെടുക്കും. പക്ഷെ കോടതിയിൽ അതിന് തെളിവുകളാണ് അവർക്ക് ആവശ്യം. തെളിവുകൾ എടുക്കും, അതിനനുസരിച്ച് കോടതി വിധിക്കും. അങ്ങനെ വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ ആരെയും നിങ്ങൾ കുറ്റവാളിയാക്കണ്ട. എന്തായാലും ശരി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആയിരുന്നാലും ശരി, രാഹുൽ ഈശ്വറിന്റെ ആയിരുന്നാലും ശരി, രക്തം കുടിച്ചാൻ ദാഹിച്ചു നടക്കുന്ന ഈ ചെറ്റ സാമൂലായിരുന്നാലും ശരി, പിന്നെ വാളയാർ സുനിലായിരുന്നാലും ശരി, ആദ്യം മനസ്സിലാക്കേണ്ടത് നിന്റെയൊക്കെ വീട്ടിലും സ്ത്രീകളുണ്ട്, നിന്റെയൊക്കെ വീട്ടിലും കുട്ടികളുണ്ട്. പൊട്ട സാമൂലെ, പിന്നെ പുട്ടു സാമൂലെ, നിന്റെയൊക്കെ വീട്ടിൽ നിനക്ക് മക്കളില്ലെങ്കിൽ മക്കളെ, പിന്നെ കൊച്ചുകുട്ടികളില്ലെങ്കിൽ നിന്റെ മക്കൾക്ക് ചിലപ്പോൾ കൊച്ചുകുട്ടികളാണ്, അവരെയും ഇങ്ങനെ പീഡിപ്പിക്കും. അധ്യാപകരായിരുന്നാലും അല്ലാത്തവരായിരുന്നു. അപ്പോ സംഘപരിവാറുകാർ പീഡിപ്പിച്ച പ്രശ്നമില്ല, ക്രിസംഖ്യകൾ പീഡിപ്പിച്ച പ്രശ്നമില്ല, അല്ലാത്തവർ പീഡിപ്പിക്കുന്നതാണ് പ്രശ്നം എന്നുള്ള ഒരു ന്യായം ഇവിടെ കൊണ്ടുവരരുത്. അപ്പോ അന്തസ്സോടെ അഭിമാനത്തോടെ നമ്മൾ കേരളീയരാണെന്നും കേരള സമൂഹമാണെന്നും വിദ്യാഭ്യാസ സമ്പന്നരാണെന്നും നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതായത് ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു സ്വഭാവം കേരളീയർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കണം. പൈങ്കിളി കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചാനലുകൾക്ക് തന്നെ റേറ്റ് കൂടുന്നത് തന്നെ ഇങ്ങനെയാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു, രാഹുൽ പിന്നെ ഈശ്വർ പീഡിപ്പിച്ചവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞ ആ ചർച്ചകൾ പാടില്ല. അപ്പം നിങ്ങൾ പൊടുപ്പും തൊങ്ങലും ചേർത്ത് ആരെങ്കിലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ രഹസ്യമായിട്ട് വെച്ച് അത് പോലീസ് കേസാക്കി അത് കോടതിയിൽ കൊടുത്ത് അവർ ശിക്ഷ വിധിക്കട്ടെ. അല്ല, നിങ്ങൾ ശിക്ഷ വിധിക്കാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. നിങ്ങളും എല്ലാവരും സാധാരണക്കാരെ പോലെയാണ്. ഒരു ചാനൽ തുറന്നിടുന്ന എന്തെങ്കിലും തണ്ടിത്തരം വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിന്നെ കൊട്ടേഷൻ എടുത്ത് പൈസ വാങ്ങിച്ച് ഞണ്ണാമെന്ന് കണക്കാക്കിയിരിക്കുന്ന നിന്നെയൊക്കെ പോലുള്ളവരാ ഓർത്ത് കേരളം ലജ്ജിക്കുകയാണ്. എന്തായാലും ശരി, നമുക്ക് ഇങ്ങനെയുള്ള ചാനലുകളെ നമ്മൾ വെറുക്കണം. ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാനായിട്ട് ചെവി കൊടുക്കരുത്. നമുക്ക് നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാടിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് കണ്ടില്ലേ, നമ്മുടെ അടുത്ത പ്രദേശമാണ് ശ്രീലങ്ക. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, പെരുമാരി ഉണ്ടായി, കാറ്റുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എത്ര ആളുകൾ മരിച്ചു. അതിനൊന്നും സഹായം ചെയ്യേ, അവരുടെ കാര്യത്തിൽ നമ്മൾ ദുഃഖിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മൾ പെണ്ണുങ്ങളെ പിറകെ പോയി അവനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് കേരള സമൂഹത്തോട് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാവരും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.